പള്ളിക്കിട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്ത് സാമി അയ്യപ്പോ അയ്യപ്പോ സാമി. ഈ ഗാനത്തിന്റെ ഈണത്തിൽ തന്നെ പാടിയ ഒരു പാരഡി ഗാനം ഉണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് വൻ ഹിറ്റായി വൻ വൈറലായ ഒരു പാട്ടാണ്. നമ്മുടെ ഇലക്ഷൻ സമയത്ത് UDFന്റെ സ്ഥാനാർത്ഥികളും ഒക്കെ ഭയങ്കരമായിട്ട് പാടി നമ്മുടെ പാർലമെന്റ് ഹൗസിൽ വരെ ആൾക്കാർ പാടി വൻ ഹിറ്റായ ഒരു പാട്ടാണ്. ഈ പാട്ട് വരികൾ എഴുതിയിരിക്കുന്നത് ഒരു പ്രവാസിയാണ്. അതുപോലെ തന്നെ ഈ പാട്ട് പാടിയിരിക്കുന്നത് ഡാനിഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 2-3 പേര് കൂടിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് പാടിയതിനെതിരെ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാട്ടിനെതിരെയായിട്ട് നമ്മുടെ പ്രസാദ് കുഴിക്കാട് എന്ന് പറയുന്ന ഒരു മഹാവ്യക്തി ഇതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ശബരിമല എന്ന പുണ്യ സ്ഥലത്ത് 60 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ശബരിമലയിൽ കയറാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് വർഷങ്ങളായി ഹിന്ദു സമുദായ പ്രകാരം അത് നടത്തി വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇത്. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ കേസ് കൊടുത്തില്ല? അതുപോലെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് താങ്കൾ കേസ് കൊടുത്തില്ല? അപ്പൊ ഞാനൊരു തികഞ്ഞ അയ്യപ്പ ഭക്ത തന്നെയാണ്. സ്വാമിയേ ശരണമയ്യപ്പോ. അപ്പോൾ താങ്കൾ അപ്പോഴൊക്കെ താങ്കൾക്ക് കൊടുക്കാതെ താങ്കൾ ഇപ്പോഴെന്തിനാണ് ഈ പാട്ടിന് എന്താണ് തെറ്റ്, എന്താണ് അതിൽ തെറ്റുള്ളത്? അതുപോലെ തന്നെ ഈ പാട്ട് ഇതേ ഈണത്തിൽ ഇതേ ട്യൂണിൽ തന്നെ പാടി നമ്മുടെ മണിച്ചേട്ടനും നമ്മുടെ നാദിർഷയും കൂടെ പാടിയ ഒരു പാട്ട് വർഷങ്ങൾക്ക് മുന്നേ കൈരളി TVയിൽ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് താങ്കൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടുകൊള്ളുവീൻ. ആ പാട്ടാണ് താങ്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. ഈ പാട്ട് കേട്ടോ. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയെ പയ്യപ്പോ കാറിൽ കയറി പയ്യപ്പോ. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. മന്ത്രിയെ പയ്യപ്പോ കാറിൽ കയറി പയ്യപ്പോ. ഇത് മണിച്ചേട്ടനും നാദിർഷയും കൂടെ പാടിയിട്ടേക്കുന്നതാണ്. മണിച്ചേട്ടൻ ഇപ്പൊ ഇല്ല, നാദിർഷയുണ്ട്. അപ്പോൾ താങ്കൾ നാദിർഷയ്ക്കെതിരെ കേസ് കൊടുക്കുമോ? അപ്പൊ താങ്കൾ വിചാരിച്ചു ഈ പാട്ടൊന്നും ഇപ്പൊ ആരും പൊക്കിക്കൊണ്ട് വരത്തില്ല എന്നാണ് താങ്കൾ കരുതിയത്. അപ്പോൾ താങ്കൾ അയ്യപ്പ ഭക്തനാണോ? താങ്കൾ ഈ ഹിന്ദു വിശ്വാസിയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് ഈ പാട്ടിനെതിരെ കേസ് കൊടുക്കുന്നത്? ഡാനിഷ് പാടിയ പാട്ട് അതിൽ ഒരു തെറ്റുകളുമില്ല. അദ്ദേഹം പാടിയ വരികൾക്കോ അദ്ദേഹം പാടിയ പാട്ടിനോ ഒരു തെറ്റുകളുമില്ല. അദ്ദേഹം പാടിയ പാട്ടും കൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്യാം ഇവിടെ. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ. അപ്പൊ മണിച്ചേട്ടനൊക്കെ പാടിയ സമയത്ത് താങ്കൾ എവിടെയായിരുന്നു? ഇപ്പൊ കുറെ വർഷങ്ങളായി മണിച്ചേട്ടൻ ഇത് കൈരളി TVയിൽ പാടിയ പാട്ടാണ്. അപ്പോൾ താങ്കൾ അതും അയ്യപ്പനെ ഈ പാട്ടും അപ്പൊ അയ്യപ്പനെ അവഹേളിച്ച് പാടിയ പാട്ടാണോ? അപ്പൊ താങ്കൾ പറഞ്ഞു അയ്യപ്പൻ എന്നുള്ളത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്വർണം കട്ടുകൊണ്ട് പോയപ്പോ താങ്കൾ എവിടെയായിരുന്നു? അതിനെതിരെ താങ്കൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അതിനെതിരെ താങ്കൾക്ക് എന്തുകൊണ്ട് പരാതിയില്ല? എന്താണ് താങ്കൾ അപ്പം ഈ ഡാനിഷ് എന്ന ചെറുപ്പക്കാരനെ ഈ പാട്ട് പാടിയപ്പോൾ താങ്കൾക്ക് അയ്യപ്പനെ കുറിച്ച് മോശമായി പറയുന്നു, മോശമായി പാടുന്നു എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾ അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചത് മോശമല്ലേ? അത് മോശമാണോ? അയ്യപ്പന്റെ സ്വർണം കിലോ കണക്കിന് വരുന്ന അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചോണ്ട് പോയത് മോശമാണോ? സ്വർണം ചെമ്പാക്കിയത് മോശമാണോ? അത് മോശമല്ലേ? അല്ലേ? അപ്പോൾ സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ് ഡാനിഷിനെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ചത്. ഇത് അയ്യപ്പ ഭക്തർ മുഴുവൻ ഈ പാട്ട് നെഞ്ചിലേറ്റി കഴിഞ്ഞു. സ്വർണം കട്ടവർക്കും സ്വർണം വിറ്റവർക്കും ജയിലിൽ കഴിയുന്നവർക്കും ഇപ്പോൾ ഈ പാട്ട് കേട്ടാൽ ഒട്ടും സഹിക്കില്ല. സ്വാമിയേ ശരണയ്യപ്പോ.